പ്രൈസ് ലോർഡ്. എൻ്റെ കഥയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ളവരും ആശയോടെ സ്വാഗതം ചെയ്യാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ വിടുതലിൻ്റെ സാക്ഷ്യം നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചാരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് കുട്ടി വന്നിരിക്കുന്ന അടുത്ത മകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, നല്ലൊരു ജീവിതാനുഭവം ഞങ്ങൾ കേൾക്കാൻ പോകുന്നു. അനുഗ്രഹമാക്കി മാറ്റണം. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന ഒരു പ്രത്യേക കൃപയുണ്ടാകണം. മറ്റുമായി കർത്താവേ, ഞങ്ങളുടെ കുടോഷങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. വൻ കാര്യങ്ങളെ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കൽ, വിടുതൽ കൽപ്പിച്ചാക്കിയിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഇന്ന് നമ്മളോടൊപ്പം കർത്താവിൻ്റെ അത്ഭുത വിടുതൽ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന ഡൽഹിയിൽ നിന്ന് പ്രിയ സിസ്റ്റർ രോഹിണി സുരേഷാണ്. പ്രിയ സിസ്റ്റർ, നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ എൻ്റെ കഥയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. ഡൽഹിയിൽ നിന്നാ ജോയിൻ ചെയ്തേക്കുന്നല്ലയോ? ഓക്കെ. എത്ര വർഷമായി ഡൽഹിയിലായിട്ട്? ഡൽഹിയിലായിട്ട് 84 വന്നതായി. ഇവിടെ 41 വർഷത്തോളമായി. 41 വർഷത്തോളമായി. നാട്ടിൽ എവിടെ ജനിച്ചു വളർന്നത്? അതൊക്കെ ഒന്ന് നമുക്ക് പറയാൻ പരിചയപ്പെടാൻ വേണ്ടി. മാവേലിക്കര കുർത്തിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. മാതാപിതാക്കള് ഇപ്പൊ ഇല്ല, രണ്ടുപേരും മരിച്ചുപോയി. അവർ രണ്ടുപേരും കൂലിപ്പണിക്കാരായിരുന്നു. 1965 എൻ്റെ ജനനം. പക്ഷെ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഡേറ്റ് 2 വയസ്സ് കൂട്ടി വെച്ചാണ് സ്കൂളിൽ ചേർത്തത്. കാരണം അന്നത്തെ ആ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും നമുക്ക് ആഹാരമില്ലാതിരുന്ന നാളുകളുണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടിയാണ് 2 വയസ്സ് കൂട്ടി സ്കൂളിൽ ചേർത്തത്. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം ഏകദേശം പ്രീ ഡിഗ്രി വരെ എത്തി. പ്രീ ഡിഗ്രി വരെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കളുടെ കൂടെ കഷ്ടപ്പെടാനും ഒക്കെ പോകുമായിരുന്നു. അവരെ കൂലിപ്പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അച്ഛനാണെങ്കിൽ കല്ലുവെട്ട് എന്ന ജോലിയായിരുന്നു. അപ്പൊ ഈ കുഴിയിൽ വെച്ചൊക്കെ തന്നെ കല്ലുവെട്ടി ഇങ്ങനെല്ലാം നേരെയാക്കി മുകളിൽ കൊണ്ടുവരായിരുന്നു. പിന്നെ ഈ വചനമൊക്കെ പഠിച്ചപ്പോൾ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത് വെള്ളിലേക്ക് കൊണ്ടുവരുന്ന അനുഭവമൊക്കെ പഠിക്കാനിടയായി തീർന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്നെ ദേവദാസന്മാരാരും രക്ഷിക്കപ്പെടുത്തിയതല്ല. ഞാൻ 10th പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അയലത്തെ അമ്മച്ചി 5 മണിയാകുമ്പോൾ എഴുന്നേക്കും പ്രാർത്ഥിക്കാൻ. അങ്ങനെ പാട്ടുകളൊക്കെ, ഞാൻ പഴയ പാട്ടുകളൊക്കെ കേട്ട് പഠിച്ച് പ്രാർത്ഥന തീരുന്നവരെ മുറ്റത്ത് നിൽക്കുമായിരുന്നു. അപ്പം പഠിക്കാനുള്ള പുസ്തകവും കയ്യിലുണ്ട്. ബൈബിളൊന്നും അന്ന് ഇല്ല എനിക്ക്. പിന്നെ ഇന്നൊക്കെയാണ് എല്ലാവരും ബൈബിൾ പുതിയ നിയമമൊക്കെ തരും നമുക്ക്. പക്ഷെ അന്ന് ആരും പുതിയ നിയമമോ അങ്ങനൊന്നും ആരും തരത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ വചനം കേട്ടത്. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ അടുത്തൊരു അപ്പച്ചൻ മരിച്ച അപ്പച്ചനെ കാണാൻ പോയപ്പോൾ കുറെ അമ്മച്ചിമാരവിടെ കൂടിയിരിപ്പുണ്ട്. അവർക്ക് ആർക്കും വചനം വായിക്കാൻ കണ്ണ് കാണത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, എടി കൊച്ച്, നീ വചനം വായിക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് വചനം വായിക്കും, മലയാള അക്ഷരമല്ലേ, ശരിക്ക് വായിച്ചു കൊടുത്തു. അപ്പൊ എല്ലാരും ചോദിച്ചു, ഇതേതായി കൊച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇന്നടത്തെയാണെന്ന് പറയാനിടയായി. അപ്പൊ എന്നോട് എല്ലാരും പറഞ്ഞു, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട്, അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അച്ചായൻ, ജോർജ് അച്ചായൻ എന്ന് പറയാം. അച്ചായൻ 7 മക്കളാ, 6 പെൺകുഞ്ഞുങ്ങളും ഒരാണും. ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്രായത്തിൽ തന്നെ ഈ വലിവിന്റെ അസുഖമുള്ള, കാല് തളർന്ന ഒരു മോനായിരുന്നു. ബാക്കിയെല്ലാം പെൺമക്കള്. അച്ഛനൊക്കെ ഒരുവിധം നല്ല രീതിയിൽ ജീവിക്കുന്ന അച്ഛനായിരുന്നു. അപ്പം എവിടെ പോയാലും സന്ധ്യയാകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോ നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകാം എന്നും പറഞ്ഞു പോകും. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോകും, പ്രാർത്ഥനയ്ക്ക് അങ്ങ് പോകും. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ 10ലായപ്പോൾ എനിക്ക് ബുക്കോ പുസ്തകമോ ഒന്നും നമുക്ക് കറക്റ്റായിട്ടില്ല. അപ്പൊ അവിടുത്തെ മോള് എൻ്റെ ഫ്രണ്ടാ.
അങ്ങനെ ഞാൻ അവിടെ ചെന്നിരുന്ന പഠിച്ചതും ഒക്കെ. കാരണം എനിക്ക് പുസ്തകമെല്ലാം ഒന്നും മേടിക്കാനൊന്നും പൈസ ഇല്ലായിരുന്നു ആ കാലത്ത്. ഒരു നോട്ട് ബുക്ക് വാങ്ങിച്ചു തന്നാൽ അതിനകത്ത് 4 സബ്ജക്റ്റ് ഞാൻ എഴുതുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും അമ്മയുടെ കൂടെ പണിക്കൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കിട്ടുന്ന പൈസ കൊടുത്ത് ഞാൻ ബുക്കും പുസ്തകമൊക്കെ വാങ്ങിച്ച് പഠിക്കുമായിരുന്നു. അപ്പോൾ ആ കാലത്ത് 10th പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് റിസൾട്ടൊക്കെ കുറവാണ് വരാറുള്ളത്. അപ്പോൾ പേപ്പറിനകത്തൊക്കെ അല്ലേ റിസൾട്ട് അന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ റിസൾട്ട് പേപ്പറിനകത്ത് വന്നപ്പോൾ ഞങ്ങളുടെ നാട് മൊത്തം അറിഞ്ഞു ഞാൻ ജയിച്ചെന്ന്. അപ്പോഴത്തേക്ക് അവരവരുടെ മക്കളെ എല്ലാം കള്ളു പറയാൻ തുടങ്ങി. ഞാനിങ്ങനെ പണിക്കൊക്കെ പോവുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് വഴക്ക് പറയാൻ തുടങ്ങി. അപ്പം പിന്നെ എനിക്ക് തുടർന്ന് പഠിക്കാൻ പൈസയില്ല, കോളേജിൽ പോകാനൊന്നും പൈസയില്ല. അപ്പം ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തി ഇവിടെ ഉണ്ട് ഡൽഹിയിൽ. ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ഞാൻ അന്നൊക്കെ ലെറ്ററാ, പോകണമെന്നും അല്ല. ചേച്ചിയോട് പറഞ്ഞു ഞാൻ 10th പാസ്സായി, എനിക്ക് കോളേജിൽ പോകണമെന്നുണ്ട്, ഡ്രസ്സുകളൊന്നും വാങ്ങിക്കാൻ പൈസയില്ല, അതുകൊണ്ട് എങ്ങനെയാ എന്തുവാന്ന് ചോദിച്ചു. ചേച്ചി അന്നേ പെന്തക്കോസ്റ്റിലായി, എങ്കിലും ഞങ്ങളോട് പെന്തക്കോസ്റ്റിന്റെ ഉപദേശമൊന്നും പറഞ്ഞു തരികയോ ഒന്നും ചെയ്തില്ല. അപ്പൊ ചേച്ചിയെ കൊണ്ടുവന്ന അച്ഛനും നമ്മുടെ കുടുംബമൊക്കെ ഏത് പശ്ചാത്തലമായിരുന്നു? ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്. അച്ഛനും അമ്മയും ഒക്കെ അങ്ങനെ ഒരു ഹിന്ദു വിശ്വാസത്തിലാണ് കഴിഞ്ഞത് അല്ലേ? ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഈ 9th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു മരണ വീട്ടിൽ പോയി വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയതാ? അതെ അതെ അതെ. പക്ഷെ അതിനുശേഷം ആരെങ്കിലും സുവിശേഷം പറഞ്ഞങ്ങനെ ഒരു രക്ഷാനുഭവം ഒക്കെ വന്നായിരുന്നോ? വന്നു. ആരും പറഞ്ഞില്ല. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഈ കാല് നടന്ന ആ സഹോദരന് പള്ളിയിൽ പോയി, ഇങ്ങനെ പെന്തക്കോസ്റ്റിൽ പോകും. ഞങ്ങളോട് ചോദിച്ചു വരുന്നുണ്ടോന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തു, എന്നാൽ പോയി പെന്തക്കോസ്റ്റുകാരുടെ തുള്ളലൊന്ന് കണ്ടേച്ചു വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സാരിയൊക്കെ ഉടുത്ത് ഞങ്ങൾ രണ്ടുപേരും അവിടെ, അന്ന് ഒരുപാട് ദൂരമാണ്, വെട്ടിയാറെന്ന് പറഞ്ഞ സ്ഥലത്ത്, പരേനിക്കൽ നിന്നും വെട്ടിയാറെന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന് ഞങ്ങൾ പോയി. അന്ന് ഞാൻ ആഭരണം ഇടുമായിരുന്നു. ഞാൻ അതെല്ലാം ഊരി കൈ പിടിച്ചോണ്ടാണ് ആലയത്തിൽ കയറിയിരുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നപ്പം തലയിൽ തുണി ഇടുവോ ഒന്നും ചെയ്തില്ല. അവള് ഓൾറെഡി ക്രിസ്ത്യാനിയ, ഞാൻ ഹിന്ദു. അപ്പൊ ഒരു പാസ് ഉദ്ദേശി എന്ന് പറയും, പാസ് പറഞ്ഞു, ലോകത്തിലെ പ്രധാനമന്ത്രി പോലും വഴിയെ നടന്നാലും തലേ തുണി ഇട്ടുകൊണ്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങളെയാ പറയുന്നതെന്ന്. അപ്പൊ ഈ ബാബുച്ചാൻ എന്ന് പറഞ്ഞ ആള് ഇങ്ങനെ തലയെ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു തുണിയുടെ. അപ്പൊ ഞങ്ങൾ അങ്ങനെ തലയെ തുണി ഇട്ടു. ഞങ്ങൾ തിരിഞ്ഞിറങ്ങി വന്ന് ഇവരുടെ ഈ തുള്ളലൊക്കെ കണ്ട് ചിരിക്കാനൊക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞു, ലിസി ചിരിക്കണ്ട, നമ്മളും ഇനി അങ്ങനെ ആയി പോവും, അതുകൊണ്ട് ചിരിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നു. പ്രീ ഡിഗ്രിക്ക് എനിക്ക് കായംകുളത്ത് MSM കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങി. എൻ്റെ ചേച്ചി ഇവിടുന്ന് എനിക്ക് പൈസ അയച്ചു തന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങി കാലയിലിടുന്നു. ചെരുപ്പ് അന്നാ ഞാൻ കാലയിലിടുന്നത്, അതുവരെ ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. പിന്നെ അങ്ങനെ കോളേജിലൊക്കെ പോകാൻ തുടങ്ങി. മിക്ക ദിവസങ്ങളിലും കഴിക്കാനൊന്നും ഇല്ലാതെ, ആഹാരമൊന്നും കൊണ്ടുപോകാതൊക്കെയാ പോകുന്നത്. അപ്പൊ ഈ അച്ഛൻ്റെ വീട്ടിൽ വരും, അവർക്ക് ചായക്കടയുണ്ട്. അച്ഛൻ എന്നോട് പറയടി പെണ്ണെ, നീ ബസ്സൊന്നും പോകണ്ട, ഇവിടെ വന്ന് വല്ലതും കഴിച്ചിട്ട് പോകാൻ പറയും. അപ്പൊ നമുക്ക് നേരം കാണത്തില്ല. ഒരു വണ്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാ. തിരിച്ചു വരുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് കയറി ചായ കുടിച്ചിട്ടേ പോരത്തുള്ളൂ വീട്ടിലോട്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്നും അച്ഛൻ എന്നെ അങ്ങ് വിളിക്കും പ്രേയറിന് പോകാൻ. അമ്മ ചോദിക്കുകയോ ഇതിപ്പോ ഒരു വലിയ ബുദ്ധിമുട്ടായി തുടങ്ങിയല്ലോ എന്നിങ്ങനെ പറഞ്ഞു. എന്തായാലും അച്ഛൻ്റെ കൂടെ പോയി 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 അവിടെ ഒരു പ്രാവശ്യമേ പള്ളിയിൽ പോയുള്ളൂ. എങ്കിലും ഞാൻ ലിസിയോട് പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ഒരു പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് പോയി. അപ്പൊ അവർക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു. ഒറ്റയ്ക്കാണെങ്കിൽ ഇത്രയും നടന്ന് വന്നതുകൊണ്ട് വലിയ സന്തോഷമായി.
എൻ്റെ തലയെ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങി വിട്ടു. ഇങ്ങി വിട്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയിട്ടില്ല പള്ളിയിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുക ഇവിടെ ഈ വീട്ടിൽ വിസിറ്റ് ചെയ്തു ആ പാസ്റ്റർ, വെട്ടിയാറുള്ള TM മാത്യു പാസ്റ്റർ എന്ന് പറയും. അപ്പച്ചൻ്റെ പേര് മത്തായി പാസ്റ്റർ എന്നായിരുന്നു. ആ പാസ്റ്റർ ദർശനമൊക്കെ കണ്ട് അഡ്രസ്സൊക്കെ വെളിപ്പെടുത്തി പോയി പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനായിരുന്നു, വെട്ടിയാറുള്ള മത്തായി പാസ്റ്റർ എന്ന് പറയും. അതായത് ഞങ്ങളുടെ പാസ്റ്റർ അപ്പച്ചൻ. അങ്ങനെ അപ്പച്ചൻ അന്ന് ഈ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്നുള്ള പാട്ട് പാടിയപ്പോൾ വേറൊരു ഭാഷയിലാണ് പാടുന്നത്. അന്യഭാഷയാന്നൊക്കെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ വലിയ അനുഗ്രഹമൊക്കെ ആയിരുന്നു. അങ്ങനെ പാസ്റ്റർ വിസിറ്റിങ്ങിന് വന്നപ്പോൾ ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നു. അപ്പൊ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു പേരിടാൻ പോവുക രോഹിണി സിസ്റ്റർക്ക്. അപ്പൊ അച്ഛൻ ചോദിച്ചു എന്താ പേര്? ഞാൻ ഇന്ന് തൊട്ട് ജോളിനെ വിളിക്കത്തുള്ളെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ആരെങ്കിലും ചോദിച്ചാൽ ജോളി എന്നാണെന്ന് പറയണം പേര്. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ തോന്നുന്നു. അന്നേരം മനസ്സിൽ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വരത്തില്ല പെന്തക്കോസ്തിലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വന്നു കഴിഞ്ഞ് പിന്നെ പ്രീ പഠിച്ച് ഫസ്റ്റ് ഇയറിലൊന്നും കുഴപ്പമില്ലാതെ പാസ്സായി. സെക്കൻഡ് ഇയറിലെ പരീക്ഷ സമയത്ത് എൻ്റെ വീട്ടില് ഒരു വലിയൊരു അപകടം നടന്നു. അപ്പം അതിന് മുന്നേ കോശി വൈദ്യൻ എന്ന് പറഞ്ഞ പാസ്റ്റർ ഒരു കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ നടത്തിയപ്പോൾ യെശയ്യാവിന്റെ പുസ്തകത്തില് 43-ാം അധ്യായത്തില് ഒരു വാക്യം പറയുന്നില്ലേ, ഇതാണ് വാക്യം, വെള്ളത്തിൽ കൂടി കടന്നാൽ നിന്നെ മുക്കയില്ല. ആ വചനം, അതായത് തീയിൽ കൂടി നടന്നാൽ വെന്തു പോവുകയില്ല എന്നുള്ള ആ വചനം പറയാനിടയായി തീർന്ന് എൻ്റെ തലയെ കൈവച്ചിട്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു പറഞ്ഞു, സഹോദരിയോടുള്ള ദൂതാ പറഞ്ഞ്, ദൂതെന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ പറഞ്ഞു തന്നു, ഇത് ജീവിത അനുഭവത്തോടുള്ള ബന്ധത്തില് കഴിഞ്ഞ കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാ പറഞ്ഞതെന്ന് പറഞ്ഞു. അതിനു മുമ്പേ ഒരു വാക്യം കൂടെ പറഞ്ഞു. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ, ലോകസ്ഥാപനത്തിന് മുന്നമേ ഞാൻ നിന്നെ കണ്ടു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഞാൻ നിന്നെ അറിഞ്ഞു. ആ വചനം കൂടെ പറഞ്ഞു തന്നായിരുന്നു ആ പാസ്. ഈ 2 വചനം ബൈബിൾ വായിച്ചപ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് കാണാൻ സാധിച്ചു. അങ്ങനെ ഞാൻ മുൻപോട്ട് ഇങ്ങനെ പോകുമ്പോൾ സെക്കൻഡ് ഇയർ പരീക്ഷയുടെ സമയത്ത്, നാളെ എൻ്റെ പരീക്ഷയാണെങ്കിൽ ഇന്ന് ഒരു അപകടം നടന്നു ഞങ്ങളുടെ വീട്ടില്. എന്താണെന്ന് വെച്ചാല് നല്ല വെട്ടം ഉണ്ട്, സമയമുണ്ട്, 6 മണിയാകുന്നതേ ഉള്ളൂ. അന്നേരം കാർമേഘമെല്ലാം ഇരുണ്ട് വന്നിട്ട് പെട്ടെന്നൊരു ഇടി വെട്ടിയപ്പോ ഞാൻ എൻ്റെ മൂത്ത ചേച്ചി പ്രസവിച്ച് കിടക്കുമായിരുന്നു. ചേച്ചി ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. അപ്പം അന്നത്തെ കുഞ്ഞ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. 16 ദിവസമേ ആയുള്ളായിരുന്നു. ചേച്ചി പ്രസവം നിർത്തിയതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ്. അതൊന്നും കട്ടിലില്ല കിടക്കാൻ, താഴെ നമ്മൾ പാവിരിച്ച കിടക്കുന്നത്. സിമെന്റ് തറയൊന്നുമല്ല, മെഴുകിയ തറയാ. അതിന് മൂത്ത 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. അപ്പൊ അവരെ 2 പേരെ അടുത്ത് വിളിച്ച് കിടത്തിയിട്ട് ഈ കുഞ്ഞിന് ചേച്ചി പാല് കൊടുത്തുകൊണ്ട് കിടക്കുമായിരുന്നു. അപ്പൊ ചേച്ചിയോട് പഠിച്ച ഒരു സഹോദരനും അതിൻ്റെ അടുത്ത വീട്ടിലെ ഒരു ജ്യേഷ്ഠനും കൂടെ മഴ നനയാതിരിക്കാൻ ഞങ്ങളുടെ വീട്ടിലോട്ട് ഓടിക്കൂടിയപ്പോൾ വെട്ടമെല്ലാം കണഞ്ഞു പോയി. മണ്ണെണ്ണ വിളക്കല്ലായിരുന്നു. അത് കഴിഞ്ഞ് മഴ ഇച്ചിരി ഒന്ന് ഇതായപ്പോൾ അവരുടെ കയ്യിലെ ടോർച്ച് അടിച്ചവർ നോക്കിയപ്പോൾ ചേച്ചിക്ക് അനക്കമൊന്നുമില്ല. എൻ്റെ പുറത്തും അന്ന് തീ വീണായിരുന്നു. ഞാൻ അരകല്ലിൽ അരച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുഴവിയൊക്കെ തെറിച്ചു പോയിട്ട് എൻ്റെ പുറത്തൊരു വലിയൊരു തീ കഷ്ണം വന്ന് വീണു. അപ്പോൾ ഞാനും എൻ്റെ അയ്യോ എന്ന് പറഞ്ഞ് വിളിച്ച് തിണ്ണക്കി എന്നപ്പോൾ മറ്റവർക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങളുടെ 2 പേരുടെ അവസ്ഥ കണ്ട് മറ്റവർ ഓടിപ്പോയി ഈ ജോർജാൻ എന്ന് പറഞ്ഞ അച്ഛനോട് എന്ന് പറഞ്ഞു, ഇന്ന വീട്ടില് പിള്ളേർക്ക് 2നും അപകടം പറ്റിയിട്ടുണ്ട്,
ഒരാൾ മരിച്ചു എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. എന്തായാലും അച്ഛൻ വന്നപ്പോൾ അച്ഛൻ മനസ്സിലായി ചേച്ചി മരിച്ചു എന്നുള്ളത്. എങ്കിലും കാർ പിടിച്ച് അന്ന് മേപ്പള്ളിക്കുറ്റി ആശുപത്രി കറ്റാണത്ത് അവിടെ പോണം. ഇവിടെ അടുത്തൊന്നും ഒരു ഹോസ്പിറ്റലും ഇല്ല. അവിടെ കൊണ്ടുവന്നപ്പോൾ അവര് ചോദിച്ചു നിങ്ങളൊക്കെ ആരാന്ന് ചോദിച്ചു. പറഞ്ഞു. അവരോട് അന്നേരം പറഞ്ഞു ഇയാള് മരിച്ചതാ എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും കാറെ കയറ്റി കൊണ്ടുവരണ്ടായോ, അതുകൊണ്ട് ഇന്നടുത്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ല. ചേച്ചി അവിടെ കൊണ്ട് കിടത്തി, വെള്ള പുതപ്പിച്ച് അവിടെ കിടത്തി. അപ്പോഴേ അമ്മയ്ക്ക് കാര്യം പിടികിട്ടി. ഞങ്ങളുടെ അച്ഛൻ അവിടെ ഇല്ല, അച്ഛൻ റോഡിൽ പോയേക്കുക, അല്ലാതെ ആരും ഇല്ല അവിടെ വീട്ടിൽ. അങ്ങനെ വലിയ വിഷമമായി. രാവിലെ ആയപ്പോഴത്തേക്ക് വാർത്ത പരന്ന് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത പോലെ ജനം ഓടിക്കൂടി. എന്തുവായാലും ചേച്ചിയുടെ ഭർത്താവ് അന്ന് വന്ന് കണ്ടേച്ച് പോയതാ. അന്നിങ്ങനെ കണ്ണു പറയുന്നവരെയും ചേച്ചി ഇങ്ങനെ ടാറ്റ കൊടുത്തു നിന്നു. അതിന് ശേഷമാണ് ഈ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ചേട്ടൻ അങ്ങ് വീട്ടിൽ ചെന്നപ്പോ അവര് പട്ടിയെ വളർത്തുന്നുണ്ട്. ആ പട്ടി ചക്കമടൽ എടുത്തുകൊണ്ട് ചേട്ടന്റെ കീഴിലോട്ട് ചെല്ലുക. അപ്പൊ എന്തുവാ ഓരോ പട്ടിക്കും ഓരോ പേര്. വിലാസിനിക്ക് എന്തോ പറ്റിയെന്ന് ചോദിച്ചോണ്ട് ആ ചക്കമടൽ പിടിച്ചു മേടിച്ച് അതിനെ എറിഞ്ഞോടിക്കുക. പട്ടി പക്ഷെ പിന്നെയും 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 ചെല്ലുന്നുണ്ട്. എന്തുമായാലും നേരം പുലരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഒരാളിനെ പറഞ്ഞു വിട്ടു. അയാൾ കയറി ചെല്ലുമ്പോ ചേട്ടൻ പറഞ്ഞു മാവേലിക്കരയുള്ള ഒരാളാണല്ലോ വരുന്നേ എന്ന് പറഞ്ഞു. അപ്പൊ കയറി ചെന്നപ്പോ ചോദിച്ചു മാവേലിക്കരന്ന് വരുവാന്നോ എന്ന് ചോദിച്ചോ. പറഞ്ഞാന്നു. എന്താ വിശേഷം എന്ന് ചോദിച്ചോ. പറഞ്ഞു അത് മാവേലിക്കര മണ്ണടിയിലെ വീട്ടില് സരസമ്മയെന്ന് പേരുള്ള ആ കൊച്ചിനെ നിങ്ങളുടെ വീട്ടിലല്ലേ കൊണ്ടുവന്നേക്കുന്നേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അന്നേരം ആ മനുഷ്യന് അവരോടങ്ങ് പറഞ്ഞു ഇന്നലെ വൈകിട്ടത്തേക്ക് യേശു മരിച്ചെന്ന്. പിന്നെ അവിടെ ഭയങ്കര ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. എന്തുമായാലും അവരെല്ലാം പെട്ടെന്ന് കാറ് വിളിച്ചു വന്ന് അന്ന് വൈകിയ സമയത്ത് ചേച്ചിയുടെ അടക്കം കഴിഞ്ഞു. പിന്നെ 7 ദിവസം കൂടെ അവർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അതിന് ശേഷം എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നതും മരുന്ന് മേടിക്കുന്നതും എല്ലാം. അപ്പൊ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. സബ്ജക്റ്റ് ലാംഗ്വേജ് എൻ്റെ 3 പരീക്ഷയും പോയി. പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം അവിടെ നിലയ്ക്കുക. പിന്നെ തുടർന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ പാരലൽ കോളേജിൽ പോകണം പഠിക്കണമെങ്കിൽ. അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല. അപ്പൊ ഞാൻ തയ്യൽ പഠിക്കാനായിട്ട് പോയി. തയ്യൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ പറഞ്ഞു ടൈപ്പ് ഷോർട്ടാനും പഠിച്ചാൽ എവിടെയെങ്കിലും ഒക്കെ ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ടൈപ്പ് ഷോർട്ടാനും പഠിച്ചു, തയ്യൽ പഠിച്ചു. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു നമുക്ക് അഹമ്മദാബാദിന് പോകാം, അവിടെ ഏതെങ്കിലും കമ്പനിയിലൊക്കെ ജോലി കിട്ടും, അങ്ങനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങള് ടിക്കറ്റ് എടുക്കാൻ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ചേച്ചി പറഞ്ഞു ഇപ്പൊ ഇവിടെ വേക്കൻസി ഉണ്ട് നഴ്സിംഗ് പഠിക്കാന്, നീ വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഞാൻ ടിക്കറ്റും ഒക്കെ എടുത്ത്, എനിക്ക് ഇച്ചിരി സ്വർണ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വിറ്റിട്ട് ടിക്കറ്റും എടുത്തു. അന്ന് 66 രൂപയേ ഉള്ളൂ ടിക്കറ്റ് ഡൽഹിക്ക് പോകാനായിട്ട്. ടിക്കറ്റും എടുത്തു, പുസ്തകം, ഒരു ബൈബിളും മേടിച്ചു. പിന്നെ ചർച്ചില് ചെന്ന് പറഞ്ഞു ഇതുപോലെ ഞാൻ ഡൽഹിക്ക് പോകാന്ന്. അവരെനിക്ക് 2 ജോഡി ഡ്രസ്സും 2 ബെഡ്ഷീറ്റും ഒരു ബാഗും എല്ലാം വാങ്ങിച്ച് 500 രൂപയും തന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പള്ളിയിൽ പോകുന്ന ഞായറാഴ്ച ദിവസമല്ലേ, ഞാൻ കള്ളം പറഞ്ഞിട്ടാ പോകുന്നത്. ഞാൻ എക്സ്ട്രാ ക്ലാസ്സിന് പോവാന്ന് പറഞ്ഞാ പോകുന്നു. അതാകുമ്പോൾ വിശ്വസിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ പോകും. അപ്പൊ പാസ്റ്റ വീട്ടിൽ ഈ പിടിയേരിയൊക്കെ കൊണ്ടുവരുന്ന കഞ്ഞി വെക്കുന്ന, അവർക്ക് 3 മക്കളുണ്ട്. അത് എന്നെ കുടിപ്പിക്കാതെ അവർ വിടത്തില്ല പാസ്റ്റ്. അങ്ങനെ ഞങ്ങള് വലിയൊരു ആത്മീയ ബന്ധമായ പാസ്റ്റും ഞാനും കൂടെ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വീട് ഇല്ല പാസ്റ്റ്, അതുകൊണ്ട് വരണ്ട. ഞാൻ നിങ്ങൾ എന്നാ വരുന്നതെന്ന് പറയുമ്പം ഞാൻ ജോർച്ചാന്റെ വീട്ടിലോട്ട് വന്നേക്കാം
എന്ന് പറഞ്ഞു. എങ്കിലും അവർ വന്നു ഞങ്ങളുടെ വീട്ടിൽ, കൊച്ചു വീട്ടിൽ വന്ന് കാണാനിടയായി. ഒരു ആരാധന തുടങ്ങി ആ വീട്ടിലെ, ജോർച്ചാൻ്റെ വീട്ടിൽ ഒരു ആരാധന തുടങ്ങി. അന്ന് ഞാനും ആ വയ്യാത്ത ബാബുച്ചാനും അവിടുത്തെ അച്ചാനും, ഞങ്ങൾ 3 പേരേ ഉള്ളൂ വിശ്വാസികളായിട്ട്. അതായത് ഞാൻ സ്നാനപ്പെട്ടതൊന്നുമല്ല, ഞാൻ ഇങ്ങനെ പോകുന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ വരാനും പോകാനും ഒക്കെ തുടങ്ങി. എന്നാലും ഞാൻ സ്നാനത്തെക്കുറിച്ചൊന്നും എനിക്കറിയത്തുമില്ല, ഒന്നുമില്ല. അപ്പൊ എനിക്കൊരു ബൈബിള് ഞാൻ വാങ്ങിച്ചല്ലോ, ആ ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് പാസ് കുറേ വാക്യങ്ങൾ അടയാളം ഇട്ട് വന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം പഠിക്കണം, കാണാതെ പഠിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനില്ല കഞ്ഞിയൊക്കെ കുടിച്ചു കഴിയുമ്പോൾ ആ അമ്മാവ എന്നെ ഹിന്ദി പഠിപ്പിക്കുമായിരുന്നു. നീ ഡൽഹിക്ക് പോവല്ലയോ, അപ്പൊ ഹിന്ദി ഇച്ചിരി അറിഞ്ഞിരിക്കണമെന്നും പറഞ്ഞ് പച്ചക്കറികളുടെ പേരെല്ലാം പറഞ്ഞു തരുകയും നമ്മുടെ പേര് ചോദിക്കുന്നതും വയസ്സ് ചോദിക്കുന്നതും ഒക്കെ എനിക്ക് കുറച്ച് ഹിന്ദി പറഞ്ഞു തന്നു അമ്മാമ. അവര് ഹെഡ് മാസ്റ്ററും അമ്മാമ ഹിന്ദി ടീച്ചറുമായിരുന്നു ആസാമില്. അവര് ജോലി റിസൈൻ ചെയ്തിട്ട് വേലക്കിറങ്ങിയവര്. അപ്പൊ അങ്ങനെ വലിയ സന്തോഷത്തിലൊക്കെ പോവായിരുന്നു. നമ്മുടെ ആ ദേശത്ത് സഭ അവിടെ ആരംഭിച്ചു, ആ വീട്ടിൽ ആരംഭിച്ചു. എന്നാൽ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആ സഭ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോഴത്തേക്കൊക്കെ ഞാൻ 84 ഒക്ടോബർ മാസത്തിൽ ഞാനിങ്ങ് പോന്നു. ഇവിടെ വന്ന് ഡൽഹിയിൽ വന്നപ്പം ആ ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിയുടെ മരണം. അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര 3 മാസത്തേക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത പോലെ ഭയങ്കര വിഷയങ്ങളായിരുന്നു. അപ്പൊ ഈ നേഴ്സിങ്ങിന് പോയി അന്വേഷിച്ചപ്പോൾ ആ വർഷം തൊട്ട് പ്രീ ഡിഗ്രി പാസ്സാകണം. അപ്പൊ എന്നോട് ചേച്ചി പറഞ്ഞു, നീ പോയി സബ്ജക്റ്റ് എഴുതി എടുത്തോണ്ട് വാ. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി അങ്ങോട്ട് പോകത്തേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡൽഹിക്ക് പോവല്ലേ പാസ്, അപ്പൊ എന്നെ സ്നാനപ്പെടുത്തി വിടാൻ പറഞ്ഞു. സ്നാനപ്പെട്ടിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബഹളമായി. ആങ്ങള എന്നെ കൊല്ലുമെന്നായി. അങ്ങനെ ഞാൻ ഈ അച്ചാൻ്റെ വീട്ടിൽ കുറെ നാൾ ഒളിച്ചൊക്കെ ഇരിക്കുവാനിടയായി. അവിടെ പുള്ളിക്കാരൻ എന്നും വരും, ഞാൻ എന്ത് ചോദിച്ചു. അമ്മയ്ക്കറിയാം ഞാൻ ആ വീട്ടിലുണ്ടെന്ന്. എന്തുമായാലും ഞാൻ ഡൽഹി വന്നു കഴിഞ്ഞ് ചേച്ചി എന്നോട് പറഞ്ഞു, നീ തിരിച്ചു പോയി പരീക്ഷ എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ നേഴ്സിംഗ് പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം അവരോട് നിന്നപ്പോൾ അവർ വീണ്ടും എന്നെ ടൈപ്പും ഷോർട്ടാൻഡും പഠിപ്പിച്ചു. അതിനുശേഷം വർക്കിംഗ് സൈഡിൽ ഈ കമ്പനിയിൽ, അതായത് ഞാനിപ്പം വരെയും ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ എന്നെ കൊണ്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഹിന്ദി ഒത്തിരി അറിയത്തില്ലെങ്കിലും ഇച്ചിരി ഒക്കെ അറിയാം. അങ്ങനെ 84 നവംബർ 27 എനിക്ക് കിട്ടിയ ജോലിയാണ് കഴിഞ്ഞ 5 മാസത്തിന് മുമ്പേ വരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 93 എൻ്റെ വിവാഹം നടക്കുന്നു. അത് ഇതുപോലെ ഞാനപ്പം എൻ്റെ കൂട്ടുകാരിയെ കൊണ്ടുപോയി, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടെ പെന്തക്കോസ്തിൽ പോയ കാര്യം, അവളെ ഞാൻ കൊണ്ടുപോയി. അവളും അവിടെ വന്ന് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെടുവാനൊക്കെ ഇടയായി. അപ്പം ഞങ്ങള് ഈ 13 പേര് ഒന്നിച്ച ഒരു മുറി താമസിക്കുന്നത്, പെൺപിള്ളേര്. ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി 6 തൊട്ട് 2 മണി വരെയും 2 മണി തൊട്ട് 10 മണി വരെയും. അപ്പോൾ ഓരോ ഷിഫ്റ്റ് അനുസരിച്ച് ഞങ്ങൾ വട്ടമിട്ടിരുന്ന് കൈയടിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റിലാണ് ഞങ്ങൾക്കുള്ള പാസും കുടുംബവും താമസിക്കുന്നത്. അവരുടെ കെയർ ഓഫിലായി ഈ റൂം ഞങ്ങൾക്ക് എടുത്ത് തന്നേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ പാസ് ഞങ്ങളെ അവിടെ വളർത്തിയത്. പിന്നെ 13 പേര് ഞങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അമ്മാമ്മ ഈ പ്രാർത്ഥിക്കുന്നവരുടെ നടുക്ക് വന്നിരുന്നു പ്രാർത്ഥിക്കും. എന്നിട്ട് പറഞ്ഞു, ഈ വീട് നമുക്ക് ആലയത്തിന് വേണ്ടി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വിഷയമൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പം ആ പാസ്റ്റർ അമേരിക്കയിൽ പോയിട്ട് വന്ന് ഈ വീട് വാങ്ങിച്ചു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് താമസിച്ച് 3 നില പണിതു. താഴെ സ്നാനക്കുളം പണിതു. ഇടയ്ക്ക് അവർ താമസിച്ചു, ഫസ്റ്റ് ഫ്ലോറിൽ അവർ താമസിച്ചുകൊണ്ട്
ഏറ്റവും ടോപ്പിൽ ബൈബിൾ കോളേജ് തുടങ്ങി. അങ്ങനെ അവിടെ ആ ദേശം വളരെ അനുഗ്രഹിക്കപ്പെട്ടു. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ആ സഭയിൽ. നോയിഡ സഭയെന്ന് കേട്ട് കഴിഞ്ഞാൽ വലിയ സഭയായിരുന്നു. എല്ലാം ബാച്ചിലർ പിള്ളേരാ കൂടുതലും. എന്തായാലും ചുരുക്കി പറഞ്ഞ് ഞങ്ങൾ കുറെ 93 ആയപ്പോൾ അതിന് മുമ്പേ ഒത്തിരി പേര് വിവാഹിതരായി, കുടുംബമായിട്ട് എല്ലാവരുമായി. അതിനുശേഷം ഏറ്റവും ലാസ്റ്റിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് പ്രതികൂലമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്നെ പെന്തക്കോസ്തി വിടാമെന്നും പറഞ്ഞ എന്നെ കല്യാണം കഴിച്ചത്. അതിനുശേഷം എന്നെ വിടത്തില്ലായിരുന്നു പള്ളിയിൽ. അങ്ങനെ വിടാതിരുന്ന് എനിക്ക് തലമുറയൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നെ പള്ളി വിട്ടു കഴിഞ്ഞാൽ തലമുറ ഉണ്ടാകും, എന്നെ പള്ളി വിടാൻ പറഞ്ഞു. എന്നാ നീ പൊക്കോ, നാളെ തൊട്ട് പൊക്കോളാൻ പറഞ്ഞു. കറക്റ്റ് സമയത്ത് ഇവിടെ വന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പോവുകയും വരികയൊക്കെ ചെയ്ത് 94 ഡിസംബർ മാസത്തിൽ എനിക്കൊരു മോൻ ജനിക്കാനിടയായി. അതിന് മുമ്പേ 2-3 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി, അതങ്ങ് പോകാനൊക്കെ ഇടയായി. അതിനുശേഷം മോനുണ്ടായി. 94 ഡിസംബർ 29 ഒരു മോനെ ദൈവം തന്നു. അവൻ മുട്ട വലിയുന്ന സമയത്ത് വലിയൊരു പ്രയാസം അവൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാനോർത്ത് കുഞ്ഞ് മരിച്ചു പോകുമെന്ന്. പക്ഷെ എന്തായാലും ദൈവകൃപയാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇന്ന് അവന് 31 വയസ്സ് ഈ ഡിസംബർ 29 ആയി. അവനിവിടെ എൻ്റെ കൂടെ ഉണ്ട് ഇപ്പം. അപ്പം അതിനുശേഷം 93 കഴിഞ്ഞു. 2004 അതിനിപ്പുറം ഞങ്ങള് 95 ഞങ്ങളുടെ കമ്പനി സമരം തുടങ്ങി. കുറെ പിള്ളേരെല്ലാവരും കൂടി സമരം തുടങ്ങി. അന്നൊക്കെ ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി, ഞങ്ങളെല്ലാം സ്റ്റാഫിലായി. ഈ വർക്കറായ പിള്ളേരെല്ലാം സമരം തുടങ്ങി. സ്റ്റാഫിന് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് തരണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സമരമൊക്കെ തുടങ്ങി. പിന്നെ ഈ സമരം പൊട്ടിക്കാൻ വേണ്ടി എല്ലാവരെയും ജപ്പാനിൽ വിട്ടു. ജപ്പാനിൽ വിട്ടപ്പോൾ ലാസ്റ്റ് ബാച്ചിൽ എനിക്കും പോകാൻ അവസരം കിട്ടി. ആദ്യം പോകാനൊന്നും എനിക്ക് പാസ്പോർട്ട് ഇല്ലായിരുന്നു. അങ്ങനെ ജപ്പാനിൽ വിട്ട് 6 മാസത്തോളം അവിടെ താമസിച്ചു. നല്ലതായിരുന്നു. 6 മാസം താമസിച്ച് ഇവിടുത്തെ ശമ്പളമുണ്ട്, അവിടുത്തെ ശമ്പളമുണ്ട്. കുറവായെങ്കിലും നമുക്ക് വലിയൊരു സന്തോഷമായി. മലയാളികൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു അത്. സ്ഥലമെങ്കിലും കാണാൻ നമുക്ക് പറ്റിയല്ലോ എന്നും പറഞ്ഞു. എൻ്റെ ആദ്യ ഫ്ലൈറ്റിലെ ആദ്യത്തെ യാത്രയാ ജപ്പാനിൽ പോകുന്നത്. കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റ് പോകുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് പറയും, പണക്കാർക്ക് മാത്രമേ ഇതിൽ കയറാൻ പറ്റത്തുള്ളൂ, നമുക്കൊന്നും പോകാൻ പറ്റത്തില്ലെന്ന് പറയും. പക്ഷെ ദൈവം നമ്മുടെ ആഗ്രഹത്തെ മാനിച്ച് ജപ്പാനിൽ വിടാനൊക്കെ ഇടയായി. കാണാൻ ആ ദേശമൊക്കെ പോയി കണ്ട് വളരെ അനുഗ്രഹത്തോടെ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ ഈ യൂണിയനൊക്കെ ആയപ്പോഴത്തേക്ക് കമ്പനി ഒരുമാതിരി അങ്ങ് വല്ലാത്ത രീതിയിലൊക്കെ ആയി. പിന്നെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമായിരുന്നു ആൾക്കാരെ. യൂണിയൻ ആയതുകൊണ്ട് അതങ്ങ് നിർത്തൽ ചെയ്തു സാറ്. കുറെ പിള്ളേർക്ക് ആശ്വാസമായിരുന്നു ജപ്പാനിൽ പോയിട്ട് വന്നപ്പോൾ. അത് പിന്നെ സാറ് അതങ്ങ് ബന്ദ് ചെയ്തിട്ട് പിന്നെ കുറച്ച് പേരെ കൂടെ ഒക്കെ വിട്ടു. ഒത്തിരി ഒത്തിരി ആൾക്കാർക്ക് അവിടെ പോകാൻ പറ്റി. പിന്നെ അതിനുശേഷം 2004 ഞാൻ ഷാർജയ്ക്ക് പോയി. അപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി കടബാധ്യതകളൊക്കെ ആയായിരുന്നു. അത് നമ്മുടെ ഫാമിലിയോടുള്ള ബന്ധത്തിൽ ആയത്. അപ്പോൾ അതൊക്കെ വീട്ടാൻ വേണ്ടി ഞാൻ ഷാർജയിൽ പോയി. അവിടെ പോയാലും ഇവിടുത്തെ ശമ്പളമുണ്ട്, അവിടുത്തെ ശമ്പളമുണ്ട്. അങ്ങനെ ഷാർജയിൽ പോയി തിരിച്ചു വരാൻ സമയമായപ്പം എൻ്റെ ഈ മേലെണ്ണാക്കിൽ ഒരു ചെറിയ സ്പോട്ട് വന്നപ്പോൾ അത് ചെറിയൊരു കുത്തു പോലെയുള്ളൂ, ഒരു ഈർക്കൽ കൊണ്ടുള്ളൊരു കുത്തു പോലെയുള്ളൂ. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അത് സൂര്യകിരണങ്ങൾ പോലെ ഇങ്ങനെ ആകാൻ തുടങ്ങി. അപ്പം ഞാൻ അവിടുത്തെ ഒരു പല്ല് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതങ്ങ് സർജറി ഭർത്താവ് ഇവിടെ ഉണ്ടല്ലോ, ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഭർത്താവിനെ ഇവിടെ വിളിച്ചോണ്ട് വരണ്ട, ഞാനിവിടെ സർജറി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവരത് കമ്പനിയിൽ ഇൻഫോം ചെയ്തു, ക്യാൻസറായി എനിക്ക്,
എത്രയും പെട്ടെന്ന് നാട്ടിൽ വിടണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് 1 മാസം കൂടെ ഉള്ളൂ പിന്നെ തിരിച്ചു പോരാൻ. അവിടെ 6 മാസത്തേക്കാ വിട്ട്, തിരിച്ചു പോരാൻ 1 മാസം കൂടെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു, രോഹിണിയെ വേറെ ഒരു കൊച്ചിനെയും കൂടെ നിങ്ങളിപ്പം വന്ന ബാച്ചുകാരെ എല്ലാം വിടുവാന്ന് പറഞ്ഞു തിരിച്ചു. ഞാൻ പറഞ്ഞു, അല്ലെങ്കിലും ഞങ്ങൾ ഇവിടെ നിൽക്കാൻ വന്നല്ലേ, ഞങ്ങൾ 6 മാസമേ ഇവിടെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. 6 മാസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നേരം ഞങ്ങളെ പൊക്കോളാന്ന് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഇവിടെ വിട്ടു കഴിഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ടല്ലോ, ഇത് സർജറി ചെയ്ത് കളയണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ബംഗാളി ഡോക്ടറുണ്ട്, 10 രൂപയെ മേടിക്കത്തുള്ളൂ. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ക്യാൻസറാ, അതുകൊണ്ട് ഇത് കൊണ്ട് സർജറി ചെയ്ത് കളയാൻ പറഞ്ഞു. ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരി വരുന്നുണ്ട്, സപ്തർജംഗ് ഹോസ്പിറ്റലിലെ നേഴ്സാ. പുള്ളിക്കാരിയെ കാണിച്ചു പറഞ്ഞു, നാളെ തന്നെ ഇത് സർജറി ചെയ്യിപ്പിക്കാൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരിയുടെ കൂടെ ചെന്നപ്പോൾ അവർ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിച്ചു. ആദ്യം FNAC ചെയ്യിപ്പിച്ചു, അതിനകത്ത് പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്തപ്പോൾ ഇച്ചിരി ഒരു ഡൗട്ട് അതിനകത്ത് വന്നു. എന്തുമായാലും എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ഇത് സർജറി ചെയ്ത് കളയാൻ പോവുക, എല്ലാം കൂടെ 2 മണിക്കൂറേ എടുക്കത്തുള്ളെന്ന് പറഞ്ഞു. എന്തുമായാലും ടെസ്റ്റ് എല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് 6-7 മാസമായി. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത്, ചെറിയ സർജറിയാന്ന് പറഞ്ഞാൽ അവരെല്ലാ ടെസ്റ്റുകളും ചെയ്യിപ്പിക്കും. ഞാൻ വെളുപ്പിനെ പോയി ടെസ്റ്റ് കൊടുത്തേച്ച് തിരിച്ചു വന്ന് ഞാൻ ഡ്യൂട്ടി ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ടെസ്റ്റുകളെല്ലാം ചെയ്തു. അതിനുശേഷം അഡ്മിറ്റാക്കി സർജറി ചെയ്യാൻ കയറ്റിയിട്ട് എന്നെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വിട്ടില്ല. പിന്നെ വന്ന് കിടന്നിട്ടൊന്നും മയക്കമൊന്നും മാറിയതും ഒന്നുമില്ല. അപ്പൊ എന്നെ നോക്കാൻ ആരുമില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ആരുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല. ഈ കൊച്ചു പിള്ളേർ 2 പേരും തന്നെ ഉള്ളൂ. ഒരു ദിവസം കിടന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ 30 ദിവസം ആശുപത്രി കിടന്നിട്ടാണ് ഞാൻ വന്നത്. വന്നു കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഇച്ചിരി വിഷമം ഉണ്ടാകുന്ന കാര്യം, അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും ഇപ്പം വരാനില്ല, അതുകൊണ്ട് ഡോക്ടർ എന്തോ ആയാലും എന്നോട് തന്നെ പറഞ്ഞോളാൻ പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല, ഞാനത് ധൈര്യത്തോട് നിന്ന് ഞാൻ ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ധൈര്യത്തോട് ആ വിഷയം കേട്ടു. ക്യാൻസറാ, അതുകൊണ്ട് യങ് ലേഡിയാ, കൊച്ചു പിള്ളേരുണ്ട്, ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ഇവിടുത്തെ മിഷനൊക്കെ കരാവ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അറിയാതെ വന്നപ്പോൾ പൈസയൊന്നും ഇല്ലല്ലോ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. കാരണം അന്ന് എനിക്ക് 6000 രൂപയേ ഉള്ളൂ ശമ്പളം. പൈസ ഇല്ല, 1 രൂപ പോലും നമ്മുടെ കയ്യിലില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാത്രി പ്രാർത്ഥിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ കമ്പനി പോയി സാറിനോട് അഡ്വാൻസ് ചോദിക്കാം എന്ന് പറഞ്ഞ്, ഞങ്ങളുടെ മാലിക്കിനോട് അഡ്വാൻസ് ചോദിക്കാം എന്ന് പറഞ്ഞ് രാവിലെ ചെന്നപ്പോൾ ഒരു മലയാളി ഈ അഡ്മിനിസ്ട്രേറ്റീവായിട്ടിരിക്കുന്നു. പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് സാറിനെ ഒന്ന് കാണണം, അതിനെന്താ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. സാറിനോട് എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, എത്ര രൂപ വേണ്ടി വരും? ഞാൻ പറഞ്ഞു, സാറേ എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ട് വന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സപ്തർജംഗിലെ ആ ഡോക്ടർ എന്നെ പുള്ളിയുടെ കാറിൽ തന്നെ ഓൾ ഇന്ത്യയിൽ കൊണ്ടുപോയി, അവിടെ കിട്ടുവാണെങ്കിൽ ഫ്രീക്ക് ചെയ്യിപ്പിക്കാമെന്നും പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ എനിക്ക് പിറ്റേ വർഷത്തേക്കുള്ള ഡേറ്റാണ് തന്നത്. അപ്പോൾ ഒരു തമിഴ് ഡോക്ടറായിരുന്നു. ഡോക്ടർ പറഞ്ഞു, യങ് ലേഡിയല്ലേ, അതുകൊണ്ട് പ്രൈവറ്റിൽ പോയി ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. നമ്മൾ ഒത്തിരി അടുത്തൊക്കെ പോയി അന്വേഷിച്ചപ്പോഴെല്ലാം 2 ലക്ഷം, 2.5 ലക്ഷം, 3 ലക്ഷം രൂപയൊക്കെയാണ് റേഡിയേഷന് ചോദിക്കുന്നത്. പിന്നെ സാറിനോട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് തന്നത് ഇവിടെ അടുത്തുള്ള ഒരു ധരംശില ഹോസ്പിറ്റൽ എന്ന് പറയും, പ്രൈവറ്റാ. അവര് കുറച്ച് തന്നു നമുക്ക് പൈസ, 2.25 ലക്ഷത്തിന് റേഡിയേഷൻ ചെയ്യാനായിട്ട് കുറച്ച് തന്നപ്പോൾ ഇവരുടെ പപ്പ ആണെങ്കിൽ ഷാർജയില. അപ്പൊ അങ്ങനെ റേഡിയേഷൻ ചെയ്യുന്ന കൂട്ടത്തില് എനിക്ക് ഒത്തിരി സീരിയസ് ആയായിരുന്നു. അപ്പൊ ചർച്ചുകാരൊക്കെ നമ്മളെ
വന്ന് നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന കുഞ്ഞു പിള്ളേരല്ലേ എനിക്ക്. ഓരോരുത്തർ മാറി മാറി വന്ന് നിൽക്കും. അപ്പൊ ഞങ്ങളുടെ അമ്മായിയമ്മയുടെ അനിയത്തി ഇവിടെ വന്നിട്ടുണ്ട്, അവരുടെ മക്കളുടെ അടുത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി വന്നു നിന്നാലും കൊച്ചുള്ളത് കൊണ്ട് രാത്രിയിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കൊരു ഫ്രണ്ടുണ്ട് സാക്കേത്തില്, പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് വരും, വന്നിരിക്കുകയും പോവുകയും ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ വലിയ സന്തോഷത്തോടെ, എനിക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നു. അസുഖമൊക്കെ ഇങ്ങനെ വന്നാലും ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഞാൻ എല്ലാം ധൈര്യത്തോടെ ഏറ്റെടുക്കുമായിരുന്നു. അപ്പോൾ ദൈവം ചില പാട്ടുകളൊക്കെ എനിക്ക് കാണാതെ പാടാനൊക്കെ ദൈവം എനിക്ക് അവസരം തന്നായിരുന്നു. ആ പാട്ടുകളൊക്കെ പാടി ആശ്വസിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സാറ് എനിക്ക് ഞാൻ പറഞ്ഞു, സാറ് 2,15 രൂപയാകത്തുള്ളെന്ന് പറഞ്ഞു. ആ പൈസ എനിക്ക് തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് റേഡിയേഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 20 റേഡിയേഷൻ ആയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം അങ്ങ് വല്ലാതായി, കവളെല്ലാം ഒട്ടി. 70 കിലോ ഉള്ള ഞാൻ 15 കിലോയിൽ പോയി. പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് സീരിയസ് ആയി. പിന്നെ അഡ്മിറ്റ് ആക്കിയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ഞാൻ മരിക്കാറായി, ഇനിയും കിട്ടുമോന്ന് സംശയമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തോടെ നമ്മൾ ഉറച്ചു നിൽക്കാനിടയായി. കർത്താവിനോട് ഇങ്ങനെ സ്വോത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാതാവില്ലാതാക്കല്ലേ, അവരെ അനാഥരാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇവരുടെ പപ്പായെ കമ്പനിക്കാരും എല്ലാവരും കൂടെ വിളിച്ചു വരുത്തി. പുള്ളിക്കാരൻ ഓടി വന്നു. അന്ന് കണ്ടപ്പം പുള്ളി ഓർത്തു ഉടനെ തന്നെ ഞാൻ മരിക്കുമെന്നുള്ള ആ ഒരു വെപ്രാളമായിരുന്നു പുള്ളിക്ക്. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പിന്നെ വീട്ടിൽ വന്നിങ്ങനെ ഞാൻ കട്ടിലേൽ ഇങ്ങനെ നടക്കുമ്പോൾ സംസാരിക്കത്തില്ല, ചെവി കേൾക്കത്തില്ല, കണ്ണിന് കാഴ്ചക്കുറവായി. പിന്നെ ഞാൻ എഴുതി കാണിക്കുമായിരുന്നു. അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങൾ 2 ദിവസം പട്ടിണി കിടന്നു. 3-ാം ദിവസം ഞാൻ മോന് നല്ലപോലെ മലയാളം അറിയാം. 3-ാം ക്ലാസ് വരെ നാട്ടിലാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് അവനെ ഞാൻ എഴുതി കാണിച്ചു. ആൻറ്റി വിളിക്കുമ്പോൾ നീ പറയണം ആഹാരമൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആൻറ്റി 9 മണിക്ക് വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഞങ്ങൾ ആഹാരമൊന്നും കഴിച്ചില്ല, മമ്മിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു. അവരത് കേട്ടപ്പം വേറൊരു കൂട്ടുകാരിയോട് വിളിച്ചു പറഞ്ഞു. അവൾ അവിടെ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു. എങ്കിലും അവർ രണ്ടുപേരും കൂടെ ബ്രെഡും പഴമെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. എൻ്റെ കണ്ടീഷൻ നോക്കിയപ്പോൾ വളരെ മോശമാണ്. ഒന്ന് എന്നെ കമ്പനി വിളിച്ചു പറഞ്ഞു. പിന്നെ അവർ ആംബുലൻസുമായിട്ട് വന്ന് എന്നെ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ കമ്പനിയിൽ നിന്ന് ഒരാളെ ഇവിടെ നമുക്ക് തന്നു. നമുക്ക് അടുക്കളയെല്ലാം നോക്കാനും കുഞ്ഞുങ്ങളെ നോക്കാനുമായിട്ട് കമ്പനിയുടെ ഉത്തരവാദിത്തത്തോടെ ഒരാളെ ഇവിടെ തന്നു കഴിഞ്ഞ് അവർ ഒരു ദിവസമേ നിന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഇവരുടെ പപ്പ ഇങ്ങി വന്നു. പിന്നെ പറഞ്ഞു അവരിവിടെ നിൽക്കണ്ട, ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ ഉണ്ടായിരുന്നു ഇവിടെ. അമ്മ അന്നേരം 1 മാസത്തോളം നിന്നു. അത് കഴിഞ്ഞ് അമ്മ അങ്ങ് നാട്ടിൽ പോയി. അതിനുശേഷം ഞാനും മക്കളും തന്നെ ഉള്ളു ഇവിടെ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വന്ന് കിടത്തിയപ്പോൾ എല്ലാ ദേവദാസന്മാരും ദാസിമാരും എൻ്റെ കൂട്ടുകാരികളും എല്ലാം ഇവിടുന്ന് ആളൊഴിയാതെ ആൾക്കാരുണ്ട് എപ്പോഴും. എല്ലാവരും വന്ന് നിന്ന് കരയുക, എൻ്റെ അടുത്ത് വന്ന് നിന്ന് കരയുന്ന ഒരു അനുഭവം. എല്ലാവർക്കും ഞാൻ തീർന്നെന്നുള്ള ആ ലക്ഷണത്തിലാണ് കരയുന്നത്. ഒരു ദേവദാസന് വെളിപ്പാട് കിട്ടി, കുഴി വെട്ടി ഈ കുഞ്ഞുങ്ങൾ 2 കുഴിക്കരയിൽ നിന്ന് കരയുന്നതായിട്ട് ദർശനം കിട്ടി. അപ്പൊ അവരെല്ലാം ഉറപ്പിച്ചു ഞാൻ മരിച്ചു എന്നുള്ളത്. പക്ഷെ എനിക്ക് ദൈവം വചനം തന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 11-ാം വാക്യം, അതായത് 4:11 തോന്നുന്നതോ 4 ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവനാമഹത്വത്തിനായിട്ട് അത്രേ എന്ന് ദൈവം വചനം തന്നു. പിന്നെ 2 ഡയറി നിറച്ച് ഞാനിങ്ങനെ എഴുതി കാണിച്ചതും എല്ലാം ഉണ്ട്. കാരണം സംസാരിക്കാൻ പറ്റത്തില്ല.
ചെവി കേൾക്കത്തില്ല, കണ്ണ് കാണത്തില്ല. അങ്ങനെ കുറച്ച് 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 കുറഞ്ഞു കഴിഞ്ഞ് ആ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ദൈവം തന്നു. അങ്ങനെ 2 വർഷം ഞാൻ കമ്പനി പോയില്ല. 2 വർഷം കമ്പനി പോകാതെ ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി ഡ്യൂട്ടി അങ്ങ് ജോയിൻ ചെയ്തു. അപ്പൊ ഈ റേഡിയേഷൻ ചെയ്ത ഭാഗമെല്ലാം ഈ കരിക്കലം പോലങ്ങായി, ഈ കവളെല്ലാം ഇങ്ങനെ അങ്ങ് ഒട്ടിപ്പോയി. എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ എക്സസൈസ് കൊടുക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ ഫിസിയോ ചെയ്താണ് ഇത്രമേലൊക്കെ ആക്കി വെച്ചേക്കുന്നത്. അതിനുശേഷം പിന്നെ കുഴപ്പമില്ലാതൊക്കെ പോവുകയും വരികയും ഹോസ്പിറ്റലിൽ പോകുന്നതും വരുന്നതും ഒക്കെ ഞാൻ കമ്പനി പോയിട്ട് ഷിഫ്റ്റ് ഡ്യൂട്ടി എടുത്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. കാരണം നമുക്ക് അതുപോലെ ബുദ്ധിമുട്ടാണ്. പൈസ ഒന്നും ഒത്തിരി സാലറി ഒന്നുമില്ല, അന്നത്തെ കാലത്ത് ഒത്തിരി സാലറി ഒന്നുമില്ല. 6000-7000 രൂപയെ ശമ്പളമുള്ളൂ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ബാക്കിയുള്ള എല്ലാ കാര്യവും ചെയ്യണം. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോവുകയും വരികയൊക്കെ ചെയ്ത് റേഡിയേഷനൊക്കെ തന്നെയാണ് നമ്മൾ പോയി ചെയ്തിട്ടുള്ളത്. ഞാൻ കൂട്ടിനൊന്നും ആരെയും വിളിക്കത്തില്ല. പിന്നെ അന്ന് ഒട്ടും വയ്യായിരുന്നപ്പം ഒരച്ഛനും ഒരമ്മാമ്മയും കൂടെ ഉണ്ടായിരുന്നു. അവർ നമ്മുടെ കൂടെ വരികയും നമുക്ക് വീട്ടിൽ വന്ന് ഇഞ്ചക്ഷൻ ഇട്ട് തരികയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 2019 അന്ന് എനിക്ക് 32 റേഡിയേഷൻ ചെയ്തു. ആ സമയത്ത് എനിക്ക് 32 റേഡിയേഷൻ ചെയ്തു. ആഹാരം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാം വല്ലാത്ത ഒരു അനുഭവത്തിലേക്കാക്കി. പിന്നെ എനിക്ക് ഈ ഭാഗത്ത് ക്യാൻസർ വന്നു 2019 ആ കോവിഡിന്റെ സമയമായപ്പോ. അതും ഇതുപോലെ തന്നെ ഓപ്പറേഷനൊക്കെ ചെയ്ത് അന്നേരം പിന്നെ എനിക്ക് കീമോയും ചെയ്യേണ്ടതായിട്ട് വന്നു. കീമോ ചെയ്യാനായിട്ട് അപ്പോഴത്തേക്ക് BSc ഒക്കെ കഴിഞ്ഞു. BSc കഴിഞ്ഞില്ല, പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മോള് കീമോ ചെയ്യാൻ പോകാൻ നേരം ഒരു ദിവസം അവധി എടുത്ത് വരുമായിരുന്നു. റേഡിയേഷന് പോകാൻ നേരം ആദ്യത്തെ പ്രാവശ്യമുള്ള ആ വിഷമം പോലെ ഉണ്ടായില്ല. ഞാൻ രാവിലെ പോയി ഡ്യൂട്ടി ചെയ്ത് വെച്ച് ഉച്ചയ്ക്ക് വന്ന് റേഡിയേഷൻ ചെയ്ത് വെച്ച് വീട്ടിൽ വന്ന് ഒരു ദിവസം അവധി എടുക്കും. പിറ്റേ ദിവസം നമ്മൾ അങ്ങ് ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെ നമ്മൾ പോകുമായിരുന്നു, ധൈര്യത്തോടെ പോകുമായിരുന്നു. അപ്പോഴെല്ലാം ദൈവത്തോട് സ്തോത്രം പറഞ്ഞ് അങ്ങ് പോകും. വളരെ കഷ്ടതയുടെ ആ തേച്ചുള്ളതിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയി. എല്ലാവരും എന്നോട് പറയും, പെണ്ണെ നീ ആരെങ്കിലും ഒരാളെ വിളിച്ചുകൊണ്ട് പോകണം, ഒറ്റയ്ക്ക് പോകല്ല. ആരാ എന്നും നമ്മുടെ കൂടെ വരുന്നു? നമ്മുടെ കൂടെ എന്നും വരാൻ ആൾക്കാരില്ല. എന്നും പിന്നെ നമ്മൾ വിളിക്കാൻ പോകണം, അവർക്ക് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടല്ല, ഞാൻ തന്നെ അങ്ങ് പോകും. ഓട്ടോ പിടിച്ച് ഞാൻ തന്നെ അങ്ങ് ആശുപത്രിയിൽ പോകും. ടോട്ടൽ എനിക്ക് 68 റേഡിയേഷൻ ചെയ്തു, 26 കീമോ ചെയ്തു. ധൈര്യത്തോടെ പോകാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ അതിനുശേഷം ഈ സാക്ഷ്യം പറയാനാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിച്ചത്, മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. അതിനുശേഷം അവധിയൊന്നും എടുത്തില്ല. രണ്ടാമത് ക്യാൻസർ വന്നപ്പോൾ അവധിയൊന്നും എടുത്തില്ല. അങ്ങനെ പോവുകയും വരികയും എല്ലാം ചെയ്ത് അതും ദൈവം സൗഖ്യമാക്കി. പിന്നെ ഇടയ്ക്കൊക്കെ പോയി ഡോക്ടറെ അടുത്ത് പോവുകയും വരികയും കാണിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ നനലുകൾ വന്നു. ഇവിടെ 7 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തതാണ് ഇവിടെ. അതും ഇതുപോലെ തന്നെ ഒരു ദിവസം പോയി ഓപ്പറേഷൻ ചെയ്യും, ഒരു ദിവസം റെസ്റ്റ് എടുക്കും, പിറ്റേ ദിവസം പോകും. അപ്പൊ ആ ഡോക്ടർ അറിയാം ഞാൻ തന്നെയാ ചെല്ലുന്നതെന്നും തന്നെയാ പോകുന്നതെന്നും വരുന്നതെന്നും എല്ലാം അറിയാം. എന്നെ ഒത്തിരി കെയർ ചെയ്യുമായിരുന്നു ആ ഡോക്ടർ. പിന്നെ അവിടെയുള്ള എല്ലാ നഴ്സുമാർക്കും അറിയാമായിരുന്നു എന്നെ. അവരെല്ലാം ഒരുപാട് കൈത്താങ്ങൽ തന്നിട്ടുണ്ട്. അങ്ങനെ ദൈവം ഇതും സൗഖ്യമാക്കി. പിന്നെ ഈ കഴിഞ്ഞ വർഷം 25 ഫെബ്രുവരിയിൽ എനിക്ക് സ്ട്രോക്ക് വന്ന് 2 സ്റ്റഡ് ഇട്ട്. അന്നേരം മോൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലായിരുന്നു. മോള് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. എന്നാലും ദൈവം അവിടെ എനിക്ക് സൗഖ്യം തന്നു. ഇതുവരെയും കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ഞാൻ ഡ്യൂട്ടി റിട്ടയർഡ് ആയി കഴിഞ്ഞ് 4 വർഷം എക്സ്ട്രയും കൂടെ ചെയ്തു ഡ്യൂട്ടി. ചെയ്ത് കഴിഞ്ഞ് പിന്നെ
അതിനുശേഷം പിന്നെ മോള് പറഞ്ഞു, പോകണ്ട മമ്മി, ഒരു വർഷം കൂടി ഇനി പോകണ്ട. അപ്പോഴത്തേക്ക് അവള് സൗദിക്ക് പോകാൻ ദൈവം വഴിയൊരുക്കി. സൗദി മിനിസ്ട്രിയിൽ അവൾക്ക് ജോലി കിട്ടി. അപ്പോൾ ദൈവം ഇവിടെ വരെയും കൊണ്ടുവന്നത് ദൈവത്തിന്റെ കരുണ ഒന്ന് മാത്രമായിരുന്നു. ദൈവം നമ്മെ സ്നേഹിച്ച ആ സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മറക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെയാ. എന്നാല് ഈ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഒരുപാട് പ്രതികൂലം ഞാൻ സഹിച്ചു. ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ്, പുള്ളി സ്നാനപ്പെട്ടായിരുന്നു. 15 വർഷം പുള്ളിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുള്ളി സ്നാനപ്പെട്ട് കഴിഞ്ഞ് പിന്നെ ഒരു പിന്തിരിച്ചിൽ വന്നു, തിരിച്ചു വന്നു. നമ്മുടെ കെ എബ്രഹാം പാസ്റ്റർ ഇളയ പെങ്ങളും ഭർത്താവുമായിരുന്നു ഞങ്ങൾക്ക് പാസ്റ്ററായിട്ട് വന്നു. അപ്പൊ ഈ പുള്ളി ഭയങ്കര വീരനാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മാമ്മ ധൈര്യത്തോട് വന്ന് പുള്ളിക്കാരനോട് സുവിശേഷമൊക്കെ പറഞ്ഞ് എന്തുവായാലും പുള്ളി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലൊക്കെ നിൽക്കുമായിരുന്നു. അപ്പൊ എന്തിരുന്നാലും ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നപ്പോ, ഈ അസുഖത്തിന്റെ ഇടയിൽ പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേന് എൻ്റെ ബൈബിളെല്ലാം വലിച്ചു കീറി വെച്ചേക്കുന്നു. ഒരു 3-4 കവറിനകത്താക്കി ഇങ്ങനെ 8 ബൈബിള് വലിച്ചു കീറി. എനിക്കത് കണ്ടപ്പോ ഭയങ്കര സങ്കടമായി. സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് തീർത്താലും തീരത്തില്ല ആ സങ്കടം. ഒന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ അതിനുശേഷം പുള്ളി ഇങ്ങനെ സ്നാനപ്പെട്ട് ദൈവകൃപ വന്നതിന് ശേഷം ഒരു 5000 ബൈബിളല്ല പുള്ളി, പുതിയ നിയമം, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, കൺവെൻഷൻ സമയത്തും വീട്ടിൽ വരുന്നവർക്കും അടുത്തുള്ളവർക്കും എല്ലാം പുള്ളിക്കാരൻ കൊടുക്കാൻ, അതായത് പാസ്റ്റർ പേരും ചർച്ചിന്റെ അഡ്രസ്സും എല്ലാം അടിച്ച് കൊടുക്കാനിടയായി. അങ്ങനെ പുള്ളി ചെയ്തിട്ടാണ്. പിന്നെ കുറച്ചാളിപ്പം അപ്പനും അമ്മയും തന്നെ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നാട്ടിൽ പോവും. മോൻ അന്നേരം ബികോമിന് നാട്ടിൽ പഠിക്കുക, അവനെ കൂടെ ഒന്ന് ഇടയ്ക്ക് നോക്കി കണ്ടിട്ടൊക്കെ വാന്നും പറഞ്ഞു നാട്ടിൽ വിട്ടു. അവിടെ ചെന്നതിന് ശേഷം പുള്ളിക്കാരൻ പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെ ദൈവം നമ്മളെ ഇത്രത്തോളം ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ വലിയ ഒരു കരുണ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ ക്യാൻസർ രോഗികൾ ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ട്രീറ്റ്മെന്റ് ചെയ്യുക. പിന്നെ നമ്മൾ ധൈര്യമായിരിക്കുക, ഭാരപ്പെടുകയും ചെയ്യരുത്. നമുക്ക് അസുഖം ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുക. എന്നാലേ ഈ അസുഖത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ തന്നെ ഞാൻ എവിടെ പോയാലും ഒരു പാട്ട് പാടും. ഞാൻ അതൊന്ന് പാടിക്കോട്ടെ. ഭക്തിക്ക് അതിശക്തി എന്നിൽ കഷ്ടതകൾ വർദ്ധിക്കുമ്പോൾ എനിക്കെന്താനന്ദാമൻ കഷ്ടതകൾ. ദൈവ സന്നിധിയിൽ ശോഭയെനിക്കേറുന്നു, മഹാഭാഗ്യദേശം എനിക്കായി നൽകുന്നു. കഷ്ടതകൾ ദൈവമേ എൻ അവകാശം തന്നെയല്ലോ, കഷ്ടതകൾ ദൈവമേ എന്നവകാശം തന്നെയല്ലോ. വിശ്വസിപ്പാൻ മാത്രമല്ല നൽവരം, തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത, തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത. ഭക്തനായ യോബ് പല കഷ്ടനഷ്ടം സഹിച്ചതാൽ, ഭക്തനായ യോബ് പല കഷ്ടനഷ്ടം സഹിച്ചതാൽ ഭാഗ്യവാനായി തീർന്നവൻ തന്നായുസിൽ. എല്ലാം ഇരട്ടിയായി പിന്നെ നാഥൻ നൽകിയേ, എല്ലാം ഇരട്ടിയായി പിന്നെ നാഥൻ നൽകിയേ. കഷ്ടതകൾ ദൈവമേ എന്നവകാശം തന്നെയല്ലോ, കഷ്ടതകൾ ദൈവമേ എന്നവകാശം തന്നെയല്ലോ. വിശ്വസിപ്പാൻ മാത്രമല്ല നൽവരം, തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത, തങ്ക കഷ്ടതകൾ സഹിപ്പാനും
പ്രാപ്തിത. അങ്ങനെ ഞാൻ എവിടെ പോയാലും എന്റെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഈ പാട്ടാ പാടുന്നത്. വേറെ ഒരുപാട് അനുഭവത്തിലൂടെയുള്ള പാട്ടൊക്കെ ഉണ്ട്, അതുപോലെ വചനമൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം ചുരുക്കിയാണ് പറഞ്ഞത്, എല്ലാം വിശദീകരിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ മോളിപ്പം സൗദിയിൽ നിന്ന് അവധിക്ക് വന്നിട്ടുണ്ട്. 45 ദിവസത്തെ അവധി അവൾക്ക് ഉണ്ടായിരുന്നു. അടുത്ത ഞായറാഴ്ച അവൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടക്കാനായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ മോന്റെ ജീവിതത്തിൽ അവന്റെ വിദ്യാഭ്യാസം ഇച്ചിരി നഷ്ടപ്പെട്ടു, അത് തുടർന്ന് പഠിച്ച് അത് നല്ല രീതിയിൽ അവന്റെ ഭാവി നല്ല അനുഗ്രഹമായി തീരാനായിട്ട് പ്രാർത്ഥിക്കണം. ഇതാണ് എൻ്റെ സാക്ഷ്യം. അപ്പൊ തന്നെ നമ്മൾ ഒത്തിരി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ ദൈവം സഹായിച്ചു. നമ്മൾ ചെറുപ്രായത്തിൽ ആഗ്രഹിച്ച ആഗ്രഹങ്ങളൊക്കെ ഒത്തിരി സാധിച്ചു കിട്ടാനും ഒക്കെ സാധിച്ചു. ഇനി ഇതേ ഉള്ളൂ, മോളുടെ ഒരു വിവാഹം നല്ല രീതിയിൽ കാണണം. അതായത് ക്രിസ്തീയ ജീവിത പ്രകാരം അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കണം. ആ ഒരു രീതിയിൽ, അതായത് ഞാൻ അവൾ ജനിച്ച നാൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. ഡൽഹിയുടെ പട്ടണത്തിൽ വെച്ച് അവിടെ വിവാഹം നടത്തണമെന്ന് ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. ആ ദൈവം എൻ്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരണം. പിന്നെ ഫാമിലി വിഷയത്തിൽ അല്പമായ കടബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കടബാധ്യതകളൊക്കെ തീർക്കുവാനും ദൈവം എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം സഹായിക്കട്ടെ സിസ്റ്ററെ. 2 പ്രാവശ്യം ക്യാൻസർ വന്നു, സ്ട്രോക്ക് വന്നു. പക്ഷെ ആ പറഞ്ഞ കാര്യം ധൈര്യമായിട്ട് ഇതിനെ എല്ലാം നേരിടുക അല്ലേ? നമ്മുടെ മനബലം തളർന്നു പോകാതെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനാ ഭയം? ഭയമൊന്നും ഇല്ലാതെ പോയി. അതെ. അപ്പൊ ഇന്നലെ ഞാന് സൊസൈറ്റി പൈസ അടയ്ക്കാനായിട്ട് ചെന്നപ്പം മോളെ പഠിപ്പിച്ച ടീച്ചർ ചോദിച്ചു, ഇപ്പോഴെങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ ഇപ്പൊ ഒത്തിരി പേര് പെട്ടെന്ന് മരിക്കുന്നുണ്ടല്ലോ, കോവിഡ് വന്നു ഒക്കെ മരിച്ചു. അപ്പൊ ടീച്ചർ എന്നെ കണ്ടോണ്ട് അങ്ങ് തൊഴുതിട്ട്, ഈ മക്കളെ അറിയാം, കാരണം എനിക്കിങ്ങനെ രോഗം വന്നതായതുകൊണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ അവർക്ക് കൺസെഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരും എല്ലാവരും ടീച്ചർമാരെപ്പോഴും എൻ്റെ കാര്യം പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും എന്നെ കാണുമ്പോൾ ഹിന്ദിക്കാരൊക്കെ അങ്ങ് തൊഴും. അതുപോലെ അവർക്ക് എന്നെ കാണുമ്പോൾ പറയും, ഞങ്ങൾ ദൈവത്തെ കാണുന്ന പോലെ നിന്നെ കാണുന്നതെന്ന് പറയും. അങ്ങനെ വലിയ അനുഗ്രഹത്തോടെ ദൈവം എന്നെ നടത്തി. അപ്പം നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രതികൂലത്തെയും ഭയപ്പെടേണ്ട. തീയിൽ കൂടെ കടന്നാൽ നീ വെന്തു പോകുകയില്ല. നദിയിൽ കൂടെ കടന്നാൽ പെരുവെള്ളങ്ങൾ നമ്മെ മുക്കിക്കളയില്ല. നദിയിൽ കൂടി പോകുന്ന വിഷയം വന്നപ്പോ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2 വയസ്സുള്ളപ്പം, അതായത് അമ്മ ഈ ആറിന്റെ തിട്ടയ്ക്കായിരുന്നു അമ്മയുടെയൊക്കെ താമസം. അവിടെ തുണി കഴുകാനായിട്ട് പോയപ്പോ എന്നെയും കൊണ്ടാ പോയത്. അമ്മ കണ്ടില്ല ഞാൻ എഴഞ്ഞു പോയത്. അപ്പൊ ഞാനങ്ങ് പോയി. ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ അങ്ങ് പോവുക. ഒരു വള്ളക്കാരൻ കണ്ടതുകൊണ്ട് എന്നെ പിടിച്ചടുപ്പിച്ച് അമ്മയ്ക്ക് തിരിച്ചു കിട്ടി. അപ്പൊ അത് അന്ന് ആ ദൂത് പശുവൈദ്യൻ പറഞ്ഞപ്പോ, നീ വെള്ളത്തിൽ നിന്നെ മുക്കിയാൽ അവിടെ നീ മുങ്ങിപ്പോവുകയില്ലെന്നാ പറഞ്ഞു. തീയിൽ കൂടി പോയാൽ വെന്തുപോയില്ല. ഈ റേഡിയേഷൻ എല്ലാം തീയാ വന്ന് നമ്മുടെ ദേഹത്തോട്ട് വീഴുന്നതും പിന്നെ ഇടി ഏശിയതും തീയല്ലായിരുന്നു. അപ്പൊ അങ്ങനെ തീയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നു, വെള്ളത്തിലെ അനുഭവം വന്നു. ദൈവം സഹായിക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്റർ എന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ട് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല വിലയേറിയമായ നല്ല വൈകിയ വേലയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഓരോ ദിവസവും ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നു. സംഭവങ്ങൾക്കൊന്നും ഇടയാകാതെ വണ്ണം സ്വർഗത്തിലെ അപ്പൻ ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം എനിക്ക് ഇങ്ങനെ ആസാദി ചാനലിൽ കടന്നു വന്ന് സാക്ഷ്യം പറയുവാൻ പ്രിയ ദേവദാസനും ദാസിയും എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിച്ച് മാനിച്ച് അവരെ വഴി നടത്തേണ്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എൻ്റെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന
ഏതെങ്കിലും വ്യക്തികൾ ക്യാൻസർ രോഗത്താലോ മറ്റു രോഗത്താലോ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഭയപ്പെട്ടു പോകാതെ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ അവരെ ഓരോരുത്തരെയും ദൈവം നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകൻ നമ്മോട് കൂടെയുള്ള ദൈവമാകിയാൽ, അടിപ്പിണരുകളാൽ സൗഖ്യം തരുന്ന ദൈവമാകിയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ രോഗികളെയും തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവം അത്ഭുതവാനാകിയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവമേ, മറ്റ് പല വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, ദൈവം കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവ് പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സിസ്റ്ററുടെ മേൽ, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടങ്ങട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ഇനിയും നടത്തട്ടെ. ഇങ്ങനൊരു അവസരം ദൈവം ഒരുക്കി തന്ന ദൈവദാസനും ദാസിക്കും എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ സാക്ഷ്യം അനുഗ്രഹവും വിടുതലുമായി തീരാൻ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.